അയ്യോ, അത് ഞങ്ങൾ തമ്മിൽ അളിയന്മാരും മച്ചാന്മാരും ഒന്നുമല്ല, തമ്മിൽ സംസാരിച്ചിട്ട് ഇന്ന താല്പര്യം കൊണ്ടാണ് കളഞ്ഞതെന്ന് എനിക്കൊന്നും തരുന്നു. അല്ല, ഇപ്പൊ അഖിൽമാരൊക്കെ ഉള്ള ആൾക്കാർ പറയുന്നുണ്ട് ബിഗ് ബോസിനകത്ത് നിൽക്കുന്ന ചില വ്യക്തികൾ ഇതിനു വേണ്ടി ശ്രമിക്കുന്നു എന്ന്. അതും എനിക്കറിയില്ല. അദ്ദേഹത്തിന് കിട്ടുന്ന അത്ര ന്യൂസ് ഒന്നും എൻ്റെ കിട്ടില്ല. ഞാനൊരു സാധാ തട്ടുകട ടീമാണ്. ജനറലി ഒരു ഫോം അതുകൊണ്ട് എനിക്ക് അങ്ങനെ ന്യൂസ് ഒന്നും കിട്ടുന്നില്ല. എനിക്കത് നിങ്ങളെപ്പോലുള്ള പാവങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. ഈ അഖിൽമാരാർ പറയുന്ന സ്റ്റേറ്റ്മെന്റുകളൊക്കെ കറക്റ്റായിട്ടുള്ള കാര്യമായിരിക്കും. ഞാൻ മിക്കവാറും നിന്നെ ഇടിക്കാൻ സാധ്യതയുണ്ടെന്നാണ് അഖിൽമാരാർ പറയുന്ന ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഉള്ളതിന് ജെന്യുവനായിട്ട് ആ പേര് വിട്ടു. ഞാൻ നേരത്തെ തന്നെ അനൗൺസ് ചെയ്തു. ഇനി ആ ഒരു വിഷയം ചർച്ച ചെയ്യില്ല. ഇനി എന്റെ വായിൽ നിന്ന് എന്റെ സഹോദര തുല്യൻ കഴിഞ്ഞ സീസണിൽ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി വീഡിയോ ഇട്ടതാണ്. അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ഇന്റർവ്യൂകൾ കൊടുത്തതാണ്. ഇനി അദ്ദേഹം ഈ സത്യങ്ങൾ തെളിയിക്കുന്നത് വരേക്കും ഞാൻ അതിനെക്കുറിച്ച് ഒരു വാക്കും പറയില്ല. പോരെ, നിങ്ങൾ എന്നെ കൊന്നാലും എന്റെ വായിൽ നിന്ന് പേര്. അപ്പൊ ഇതിന് മുന്നേ ചേട്ടൻ മുളക് പൊടി കണ്ണി തേച്ചെന്ന് പറഞ്ഞൊരു പുറത്തായാലും എന്റെ കയ്യിൽ കുറച്ച് സാധനം നിന്റെ അണ്ണാക്കിലെ ബിഗ് ബോസ് ഹൗസ് ആയിരിക്കും. ഞാൻ വിചാരിച്ചു ബിഗ് ബോസ് ഹൗസ് ആയിരിക്കും. നീ എന്റെ എതിർ മത്സരാർത്ഥിയായിരിക്കും. വലിയൊരു ഫാനായിരുന്നു ചേട്ടാ. എനിക്ക് ആരും ഒരു പൈസ തരുന്നില്ല. എന്നാലും ചേട്ടൻ ഒരു കാര്യം ചെയ്തു, 200 രൂപ എല്ലാവരും കൂടെ കൊടുക്കോ? അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമ്മളിപ്പോ ബിഗ് ബോസ് ഹൗസിലായിരിക്കും. എന്റെ ലൈഫ് ചാരിറ്റിയും പാവപ്പെട്ടവർക്കും എന്റെ ലൈഫ് പാവപ്പെട്ടവർക്കും ചാരിറ്റിക്കും വേണ്ടിയുള്ളതാണ്. അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് ആരെയും കുറ്റം പറയാൻ താല്പര്യമില്ല. പക്ഷെ ഒരു നല്ല ഷോയെയും നല്ലൊരു ചാനലിനെയും ഇല്ലാതാക്കി കളയരുത്. 18 വർഷം കൊണ്ട് എൻ്റെ കുടുംബമെല്ലാം തകർന്ന് ഞാൻ കുറേ അഹങ്കരിച്ച് അട്ടഹസിച്ച് നടന്നപ്പം എനിക്ക് മനസ്സിലായി അഹങ്കാരികളെ എല്ലാം ഒരു പ്രത്യേക ശക്തിയുണ്ട്. അത് തകർത്ത് തരിപ്പണമാകും. അപ്പോൾ ഡൗൺ ടു എർത്ത്. ഇപ്പോൾ ഈ വേഷം കെട്ടി കിടക്കുന്നത് നല്ല നല്ല അവസരങ്ങളോ ചാൻസുകളോ കിട്ടിയാൽ കൂലിപ്പണി ചെയ്യാലോ എന്ന് വിചാരിച്ചു. നീ എന്നെ ജീവിക്കാൻ അനുവദിക്കൂടെ? കൂടുതൽ വീഡിയോസിനായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.